നമ്മുടെ ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്ത് നമ്മെ കാത്തിരിക്കുന്നത് മാസ് ആക്ഷൻസും സ്ട്രീറ്റ് ലെവൽ ഡ്രാമയും ചേർത്ത് വെച്ച് അണിയറയിൽ ഒരുങ്ങിയ അൾട്ടിമേറ്റ് റോ എൻഗേജിംഗ് മാസ്റ്റർ പീസാണ് 2026 തിയേറ്ററുകളിലെത്തിയ ആശാൻ. ഗപ്പി, അമ്പിളി തുടങ്ങിയ മികച്ച സിനിമകളിലൂടെ പ്രേക്ഷക ഹൃദയം കീഴടക്കിയ ജോൺ പോൾ ജോർജാണ് ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. മുൻപ് ചെയ്ത ഫീൽ ഗുഡ് സിനിമകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി അത്യന്തം റോയ ഒരു ആക്ഷൻ മൂഡിലേക്ക് അദ്ദേഹം മാറിയപ്പോൾ മലയാള സിനിമയ്ക്ക് ലഭിച്ചത് വേറിട്ട സിനിമാ അനുഭവമാണ്. വടക്കൻ മലബാറിലെ ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ നടക്കുന്ന വ്യക്തിവൈരാഗ്യങ്ങളുടെയും അടിയൊഴുക്കുകളുടെയും കഥയാണ് ആശാൻ പറയുന്നത്. നാട്ടുപ്രമാണിമാരുടെയും പ്രാദേശിക മാഫിയ സംഘങ്ങളുടെയും അനീതികൾക്കെതിരെ സാധാരണക്കാർക്ക് തുണയായി നിൽക്കുന്ന ആശാൻ എന്ന കഥാപാത്രവും അയാളെ തകർക്കാനെത്തുന്ന അതിശക്തരായ ശത്രുക്കളും തമ്മിലുള്ള അതിജീവന പോരാട്ടമാണ് ചിത്രത്തിന്റെ കാതൽ. കേവലം സാധാരണ അടിപിടി പടകളിൽ നിന്നൊക്കെ മാറി വ്യക്തിബന്ധങ്ങളിലെ സങ്കീർണതയും വഞ്ചനയുടെയും പ്രതികാരത്തിന്റെയും വ്യാപ്തിയും വളരെ റിയലിസ്റ്റിക്കായി തന്നെയാണ് സിനിമ വരച്ചു കാട്ടുന്നത്. ചിത്രത്തിലെ കഥാപാത്രങ്ങളുടെ കാസ്റ്റിംഗും പെർഫോമൻസുമാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ കരുത്ത്. നായക കഥാപാത്രത്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച റോ പെർഫോമൻസും എതിരാളികളായി എത്തുന്ന വില്ലൻ കഥാപാത്രങ്ങളുടെ ഭയപ്പെടുത്തുന്ന സ്ക്രീൻ പ്രസൻസുമാണ് സിനിമയുടെ പിരിമുറുക്കം കൂട്ടുന്നു. സീനുകൾക്ക് ജീവൻ നൽകുന്ന പശ്ചാത്തല സംഗീതവും വലിയ പിന്തുണ നൽകുന്നു. റോ സ്റ്റൈലിലുള്ള സിനിമാറ്റോഗ്രാഫിയും ലാഗില്ലാതെ കഥ പറയുന്ന ഷാർപ്പ് എഡിറ്റിംഗ് പ്രേക്ഷകരെ ഒരിടത്ത് ബോറടിപ്പിക്കാതെ സിനിമയിലേക്ക് കെട്ടിയിടുന്നുണ്ട്. പക്ക മാസ് റിയലിസ്റ്റിക് ആക്ഷൻ പടങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്കും നല്ലൊരു ഇമോഷണൽ ഡ്രാമ ആഗ്രഹിക്കുന്നവർക്കും ആശാൻ ഒട്ടും നിരാശ നൽകാത്ത ഒരു ക്വാളിറ്റി സിനിമയാണ്.